ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 പാസ്സാകാതെ പോയവരാണോ നിങ്ങളിൽ ആരെങ്കിലും? അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ മാത്രം തോറ്റത് കൊണ്ട് പഠനം നിർത്തേണ്ടി വന്നോ? അപ്പോ ആ സാഹചര്യത്തില് നിങ്ങളെ സഹായിക്കാനാണ് NIOSന്റെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഉള്ളത്. യെസ്, ഞാൻ പറഞ്ഞു വന്നത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനെ കുറിച്ചാണ്. നമുക്കറിയാം NIOS അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നൊരു വിദ്യാഭ്യാസ പദ്ധതി പൊതുവെ നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത് നമുക്ക് പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ പറ്റാതെ വരുന്ന സന്ദർഭങ്ങളിലും 10ാം ക്ലാസ്സോ +2ഓ പാസ് ആകാതെ പോയ സന്ദർഭങ്ങളിലുമാണ്. അപ്പൊ ആദ്യം NIOS എന്താണെന്ന് അറിയണം അല്ലെ. നമ്മുടെ ഇന്ത്യൻ സർക്കാർ നടത്തുന്ന ഒരു ഓപ്പൺ സ്കൂളിംഗ് സംവിധാനത്തിനെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പോയി 10ാം ക്ലാസ്സും +2ഉം പാസ്സാവുന്നതിന് പകരം സ്കൂളിൽ പോകാതെ തന്നെ 10ാം ക്ലാസ്സും +2 പഠിക്കാനും പരീക്ഷ എഴുതാനും ഇവിടെ നമുക്ക് അവസരമുണ്ട്. ഇനി ഓൺ ഡിമാൻഡിലേക്ക് വരാം. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഓൺ ഡിമാൻഡിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പൺ ആയി, ഓൺ ഡിമാൻഡ് എക്സാം റിസൾട്ട് വന്നു എന്നൊക്കെ. ഓൺ ഡിമാൻഡ് എന്നതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് നമുക്ക് റെഡി ആയ സമയത്ത് പരീക്ഷ എഴുതാം. അതായത് നിങ്ങൾ തയ്യാറായ സമയത്ത് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റും എന്നതാണ്. സാധാരണ ബോർഡ് പരീക്ഷകളെ പോലെ നിങ്ങൾ ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് 1 ഇയർ കാത്തിരിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ എഴുതാൻ പോകുന്നത് ആ സബ്ജക്റ്റിന് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി അടുത്ത ചോദ്യം, ആർക്കൊക്കെയാണ് ഈ ഓൺ ഡിമാൻഡ് പരീക്ഷ എഴുതാൻ യോഗ്യത ഉള്ളത്? ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. സി, 10ാം ക്ലാസ് തോറ്റവരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, +2വില് സപ്ലിമെന്ററി വന്നവരായിട്ടുണ്ടെങ്കിൽ, പഠനം നിർത്തിയവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി നമ്മുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഓൺ ഡിമാൻഡ് പരീക്ഷ എഴുതാവുന്നതാണ്. ഇനി ഇതിന്റെ കുറച്ച് പ്രത്യേകതകൾ പരിചയപ്പെട്ടാലോ. നമുക്ക് നമ്മുടെ സ്വന്തം സമയത്ത് പഠിക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ പരീക്ഷ എഴുതാനും സാധിക്കും. വീണ്ടും വീണ്ടും നമുക്ക് ചാൻസ് കിട്ടും. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആണ് പോയതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും വീണ്ടും നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. നമുക്ക് ഇന്ത്യയിൽ അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് കിട്ടുന്നത്. ഹയർ സ്റ്റഡീസിനും ജോലിക്കും വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസിനും ജോലിക്കും ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊരു സംശയമാണ് മറ്റൊരാൾക്ക് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അടുത്തൊരു ചോദ്യം എന്താണ്, പരീക്ഷ എങ്ങനെ നടക്കുന്നു അല്ലെ. പരീക്ഷ പൊതുവെ നടക്കുന്നത് നമ്മൾ ആദ്യം പരീക്ഷയ്ക്ക് മുൻപായിട്ട് അവരുടെ രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പൺ ആവും. രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പൺ ആവുന്ന സമയത്ത് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അടുത്തുള്ള NIOS കേന്ദ്രത്തിൽ പോയിട്ടാണ് നമ്മൾ പൊതുവെ എക്സാം എഴുതാറുള്ളത്. കമ്പ്യൂട്ടർ ബേസ്ഡോ അല്ലെങ്കിൽ റിട്ടേൺ മോഡ് രീതിയിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ സബ്ജക്റ്റ് അനുസരിച്ചിട്ട് അതിൽ മാറ്റം വരും. സാധാരണ റിസൾട്ട് വരുന്നതിനേക്കാളും നേരത്തെ തന്നെ ഓൺ ഡിമാൻഡ് എക്സാം എഴുതിയവരുടെ റിസൾട്ട് വരാറുണ്ട്. അതായത് പരീക്ഷ കഴിഞ്ഞ് ആഴ്ചകൾക്കുള്ളിൽ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പൊ പഠനത്തിൽ ഒരു തടസ്സം വന്നതുകൊണ്ട് ആരുടെയും ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും തുടങ്ങാൻ നിങ്ങൾക്ക് ഒരു അവസരം തന്നെയാണ് NIOS ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ നൽകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾക്കും അപ്ഡേഷനുമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്.